ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട നിലപാടിലടക്കം എന്ത് തീരുമാനമെടുക്കണമെന്ന് ചർച്ച ചെയ്യാനായി ചേർന്ന മന്ത്രിസഭാ യോഗം അത് നാളെയും തുടരും എന്നുള്ള വിവരമാണ് ഇപ്പോൾ വരുന്നത്. ഷഫീദ് റാവുത്തർ ആ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനായി ചേരുകയാണ്. ഷഫീദ്, നാളെയാണ് സുപ്രീം കോടതിയിൽ മറുപടി പറയേണ്ടത്. യുവതീ പ്രവേശനത്തിന് എതിരായ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരുന്നു. മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമാകുന്നത് കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ മന്ത്രിസഭാ യോഗം നീളുന്നുവെന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ അഭിപ്രായം സർക്കാരിനുള്ളിൽ തന്നെയുണ്ട് എന്ന് കരുതണോ? രണ്ടു തരത്തിലാണ്. അതിൽ ഒന്നാമത്തേത് ഈ പറയുന്ന ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട നിലപാട് സംബന്ധിച്ച് നിലവിലിപ്പോൾ CPM-ന്റെ അടക്കം സൂചനകൾ അത് പുറത്തേക്ക് വന്നിട്ടുണ്ട്. മാത്രവുമല്ല അക്കാര്യത്തിൽ സർക്കാർ യൂട്ടേൺ അടിക്കുന്നു എന്നൊക്കെയുള്ള ചർച്ചകൾ സജീവമായി തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ അക്കാര്യത്തിൽ ഒരു പൂർണ്ണാർത്ഥത്തിലെ തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. മാത്രവുമല്ല മറ്റൊരു തരത്തിൽ കൂടി അതിനെ നമുക്ക് കൂട്ടിവായിക്കാം. അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപുള്ള അല്ലെങ്കിൽ ഏറ്റവും ഒരുപക്ഷെ ഈ സർക്കാരിന്റെ അവസാനത്തെ ക്യാബിനറ്റ് മീറ്റിംഗ് ആയിരിക്കും. ആ മീറ്റിംഗിൽ നിർണായകമായിട്ടുള്ള പലതരത്തിലുള്ള തീരുമാനങ്ങളും ഉണ്ടാകും. ഈ സർക്കാർ ജീവനക്കാരുടെ പ്രവൃത്തി സമയം, അതേപോലെ തന്നെ ചില ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ആ ക്യാബിനറ്റിൽ പ്രതീക്ഷിച്ചിട്ടാണ്. പക്ഷേ ഇന്നുകൊണ്ട് ആ ക്യാബിനറ്റ് തീരുന്നില്ല. ഇന്ന് വൈകിട്ട് 4:30 തുടങ്ങിയ ക്യാബിനറ്റ് അവസാനിച്ചത് 7:15 കൂടിയാണ്. ഏതാണ്ട് അപ്പോൾ നമുക്ക് കരുതാം ഒരു 3 മണിക്കൂറിലധികം സമയം ആ മീറ്റിംഗിന് വേണ്ടി, ക്യാബിനറ്റ് മീറ്റിംഗിന് വേണ്ടി സർക്കാർ ചെലവഴിച്ചു. അതിന് പിന്നാലെ നാളെ രാവിലെ 7 മണിക്ക് വീണ്ടും മന്ത്രിസഭാ യോഗം ചേരുന്ന ഒരു അസാധാരണ സാഹചര്യം. സാധാരണഗതിയിൽ ഇങ്ങനൊരു പതിവ് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ട് മുൻപാകുമ്പോൾ സ്വാഭാവികമായും പല തീരുമാനങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ നാളെയാണ് കോടതിയിൽ നിലപാട് അറിയിക്കേണ്ടത്. അക്കാര്യത്തിലും കൂടുതൽ ചർച്ച മന്ത്രിസഭാ യോഗത്തിൽ തുടരും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഷഫീദ് പറഞ്ഞതുപോലെ തന്നെ അസാധാരണമായ ഒരു സാഹചര്യമാണ്. പൊതുവിൽ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ ആ സമയത്തിനുള്ളിൽ ചർച്ച ചെയ്യുകയും പിന്നീട് അത് റിലീസൊക്കെയായി പുറത്തു വരാറുമാണ് പതിവ്. പക്ഷേ ഇവിടെ ഇപ്പോൾ അസാധാരണമായ ഒരു വിഷയം കൂടി പരിഗണനയിൽ ഇരിക്കുന്നു എന്ന സാഹചര്യത്തിൽ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ സമൂഹത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ, ചേരിതിരിവുകളൊക്കെ രൂപപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അതിൽ സൂക്ഷ്മതയോടെ ഒരു നിലപാടെടുക്കുക എന്നുള്ളത് സർക്കാരിന് ഏറെ പ്രതിസന്ധിയുമാണ്. അപ്പോൾ അതൊരു വലിയ തീരുമാനം എന്നുള്ളത് വലിയ പ്രതിസന്ധിയായി സർക്കാരിന് മുന്നിൽ നിൽക്കുന്നു എന്നതിന്റെ സൂചന കൂടി ഉണ്ട് അല്ലേ ഇതിൽ? ഉറപ്പായിട്ടും. കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ്, ഏതെങ്കിലും തരത്തിൽ സർക്കാരിന് പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുന്ന വിഷയമല്ല. മാത്രവുമല്ല ക്യാബിനറ്റിൽ മറ്റ് ഘടകകക്ഷി മന്ത്രിമാരുടെ അടക്കം തീരുമാനത്തിന് വേണ്ടി ഇക്കാര്യത്തിൽ കാക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CPI-യുടെ അടക്കം നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാണ്. CPM-ന് മാത്രമായി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം അറിയിക്കാൻ കഴിയില്ല. പറയുന്നത് സർക്കാരിന്റെ നിലപാടാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ CPM-ന്റെ നിലപാടായി മാത്രം അത് അവതരിപ്പിക്കാൻ കഴിയില്ല. ഈ സാഹചര്യത്തിൽ കൂടുതൽ ചർച്ച ആ വിഷയത്തിൽ അനിവാര്യമാണ്. മാത്രവുമല്ല ഏതെങ്കിലും തരത്തിൽ വീണ്ടും ഈ സർക്കാർ ഈ നിലപാടെടുക്കുകയും അത് പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാവുകയും ചെയ്യുന്ന സാഹചര്യത്തെ സർക്കാർ മുൻകൂട്ടി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ച നടത്തി അതിനുശേഷം ഒരു തീരുമാനം എന്നുള്ള ഒരു നിലപാടിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ശരി, യുവതീ പ്രവേശനം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനായി ചേർന്ന മന്ത്രിസഭാ യോഗമാണ്. എന്തായാലും അതിൽ നിന്ന് തീരുമാനമാകുന്നില്ല. നാളെയും തുടരും എന്നുള്ള വിവരമാണ് ഷഫീദ് റാവുത്തർ ഈ മണിക്കൂറിൽ നൽകുന്നത് തിരുവനന്തപുരത്ത് നിന്നും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.